കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ കോർപ്പറേഷൻ, അതിൻ്റെ വികസനവും രാഷ്ട്രീയവുമാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. നമുക്കറിയാം, ഈ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന വിവാദം, വിറകില്ല, ചിരട്ടയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൃതദേഹത്തിൻ്റെ സംസ്കാരം തടസ്സപ്പെടുന്നു എന്നത് ഈ ആധുനിക സമൂഹത്തിൽ നമുക്ക് കേൾക്കാൻ അത്ര സുഖമുള്ള വാർത്തയല്ല. മനുഷ്യനെ ഏറ്റവും ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് പേരില്ല, വീടില്ല, നാടില്ല, അതൊരു ഡെഡ് ബോഡിയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് ആ മൃതദേഹത്തെ നാം സ്വീകരിക്കുക, നാം അതിനെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക്. അവിടെ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അത് ശുഭകരമായ വാർത്തയല്ല. കണ്ണൂരിൻ്റെ കോർപ്പറേഷൻ്റെ വികസനവും അതിൻ്റെ രാഷ്ട്രീയവും ചർച്ചയും ഇതൊക്കെ വലിയ വാർത്തയാകുകയാണ് എല്ലാ അർത്ഥത്തിലും. എങ്ങോട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനം, ഏത് നിലക്ക് മുന്നോട്ട് പോകുന്നു, അതിൻ്റെ മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്, ചർച്ച ചെയ്യുകയാണ് നേർരേഖ. അതിനകത്ത് പങ്കെടുക്കാൻ പ്രഗത്ഭരായിട്ടുള്ള 3 പേരാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആ കണ്ണൂർ കോർപ്പറേഷനെ നയിച്ച മേയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നമ്മോടൊപ്പം ചേരുകയാണ്. CPM-ൻ്റെ നേതാവ് ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ഒപ്പം BJP-യിൽ നിന്ന് VK ഷൈജു കൗൺസിലറാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ടി ഒ മോഹനിൽ നിന്ന് തുടങ്ങാം. മോഹൻ, എന്താണ് താങ്കൾ ദീർഘകാലം മേയറായിരുന്നു, എന്താണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനത്തെക്കുറിച്ച് ആദ്യം നമുക്ക് തുടങ്ങാം. എങ്ങനെ വിലയിരുത്തുന്നു? കണ്ണൂർ ഒത്തിരി പരാതികളും പരിഭവങ്ങളൊക്കെ വരികയാണ് കോർപ്പറേഷനെതിരെ. എന്തു പറയുന്നു വികസനത്തെക്കുറിച്ച്? കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വികസനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ മറ്റു കോർപ്പറേഷനാണ്. കേരളത്തിൽ 6 കോർപ്പറേഷനുണ്ട്. ഈ 6 കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, ഇനി വിവാദങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ കേരളത്തിലെ കോർപ്പറേഷനിൽ ഒന്നാമത് നിൽക്കുന്ന കോർപ്പറേഷൻ കണ്ണൂരാണെന്ന് ആധികാരികമായി പറയാൻ കഴിയും. പിന്നെ വിവാദങ്ങളൊക്കെ ചില മേഖലകളിലെ സൃഷ്ടിയാണ്. നമുക്കറിയാം, ഒരു 3-4 മാസം കഴിയുമ്പോൾ കോർപ്പറേഷനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന രാഷ്ട്രീയ കസർത്തുകളാണ് മിക്കവാറുമുള്ള വിവാദങ്ങളൊക്കെ. ഇപ്പോൾ ഏറ്റവും പറഞ്ഞതിനകത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പയ്യാമ്പലത്തെ വിഷയമാണ്. പയ്യാമ്പലത്ത് വിറകില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടായി. അത് ഞാൻ ചോദിക്കുന്നത്, ഒരു വിഷയം വരുമ്പോൾ ആ സംഭവം ഉണ്ടായ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാധ്യമങ്ങളിലേക്ക് വരെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ആളുകൾ അവിടെ രംഗത്ത് വരുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ആലോചിച്ചാൽ കൃത്യമായ ബോധ്യമാകും. അവിടെ പയ്യാമ്പലം എന്ന് പറയുന്നൊരു സ്ഥലം കേവലം 1-2 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലമല്ല. ഒരു ദിവസം തന്നെ 10-16 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് മൃതദേഹങ്ങൾ ഒരുപാട് വരുമ്പോഴുണ്ടാകുന്നു ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പോൾ ഒരു കൊല്ലത്തിൽ 1-2 തവണ ചെറിയൊരു വിഷയമുണ്ടാകുമ്പോൾ അത് സംഭവം ഉണ്ടായി അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഒരു കാലതാമസമാണ് ഉണ്ടാകുന്നത്. കോർപ്പറേഷൻ പരിധിക്കകത്തുള്ള മൃതദേഹങ്ങൾ മാത്രമല്ല അവിടെ വരുന്നത്. ഇരിട്ടിയിൽ നിന്നും, പേരാവൂരിൽ നിന്നും, കൊട്ടിയൂരിൽ നിന്നും വരെ അവിടത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ്. ഇത് എവിടെയും പ്രശ്നമില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വാർത്തയുണ്ടായി, അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ ക്രിമിറ്റോറിയം അത് തകരാറിലായി അടച്ചിട്ടിട്ട് അത് തുറക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനകളുടെ പ്രസ്താവനയൊക്കെ ഉണ്ടായി. അവിടെ ആരും സമരത്തിന് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ബോധപൂർവം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത് UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ്. ഏത് തരത്തിലൊക്കെയാണ് ഈ കോർപ്പറേഷൻ പ്രശ്നമുള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ലഭ്യമാകുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏറ്റവും നല്ല വികസന പ്രവർത്തനം പറയാം. 1-2 പ്രധാനപ്പെട്ടതൊക്കെ പറയണം. അതായത് കേരളത്തിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയ ഏക കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. GIS മാപ്പിംഗ് നടപ്പാക്കിയ കോർപ്പറേഷൻ കണ്ണൂരാണ്. കേരളത്തിൽ അമൃത് ഫണ്ട് ചെലവഴിച്ചതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ്. PMAY പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട്, അതിന് ശതമാനം കണക്കെടുത്ത് വെച്ചാൽ കണ്ണൂർ കോർപ്പറേഷനാണ്. കേരളത്തിലെ കോർപ്പറേഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എല്ലാ വീടുകൾക്കും കുടിവെള്ള കണക്ഷൻ സൗജന്യമായി കൊടുത്ത് നമുക്ക് തിരിച്ചു വരാം. അത് ബാക്കിയുള്ളതിലേക്ക് വരാം. അതിന് മുമ്പ് പ്രകാശ് മാഷക്ക് പറയാനുള്ള ചോദ്യം തിരിച്ചു വരാം.
പ്രകാശ് മാഷ്, ഈ അവിടെ നടക്കുന്ന പയ്യാമ്പലം വിഷയമൊക്കെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത്രയധികം മൃതദേഹങ്ങൾ വരുമ്പോൾ ചെറിയൊരു അപാകത ഉണ്ടായി, അത് അരമണിക്കൂർ കൊണ്ട് പരിഹരിച്ചു. അത് പൊളിറ്റിക്കലായി ഉപയോഗിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഏക കോർപ്പറേഷൻ, UDF ഭരിക്കുന്ന കോർപ്പറേഷനെ ഇടംതലം തിരിയാൻ വിടാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു ഭരണ നേതൃത്വം. എന്താണ് പറയാനുള്ളത്? നിർഭാഗ്യവശാൽ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വികസനം കാര്യമായി ഒന്നും നടന്നില്ല എന്ന് പറയാവുന്ന ഒരേ ഒരു കോർപ്പറേഷൻ ഞാൻ പറയാം. ശ്രദ്ധേയമായ എന്തെങ്കിലും ഒരു കാര്യം ഈ കാലത്ത് നടന്നു എന്ന് മോഹനം പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് GPS മാപ്പിംഗ് അതൊക്കെ സാധാരണ രീതിയിലുള്ള ഔദ്യോഗികമായിട്ട് നടപടികളുടെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഒരേ ഒരു കാര്യം അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഠനത്തോട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച കാലം മുമ്പ് അവിടെ ഒരു സമരം വീണ്ടും ഞങ്ങൾ നടത്തേണ്ടി വന്നു. എന്തിനാണ്? ആ പദ്ധതി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും പഴയതുപോലെ മലിനജലം അവിടെ ഒഴുക്കുകയാണ്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ദുർഗന്ധം കൊണ്ട് ആ പഠനത്തോട്ടിനടുത്ത് നടക്കാനാവുന്നില്ല. അഭിമാനത്തോടെ ആ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എങ്ങനെയാണ് കോർപ്പറേഷൻ സാധിക്കുക? അത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഏറ്റവും വലിയ വികസനം ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ശ്രദ്ധേയമായിട്ട് വികസന കാര്യം പറയട്ടെ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രമാദമായ വിഷയമായിരുന്നു ഈ കേരളത്തിൽ തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും മാലിന്യ പ്രശ്നം. ഒരുപാട് ദിവസം ചർച്ച ചെയ്താണ്. അവയെല്ലാം ആ 2 കോർപ്പറേഷൻ സമ്പൂർണ്ണമായി പരിഹരിച്ച് അവിടെ ഒന്നാം തരം ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയാവുന്ന പാർക്കാക്കി സംസ്കരണ കേന്ദ്രം. ഇവിടെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.77 കോടി രൂപ അഴിമതി നടത്തിയെന്ന വിഷയത്തിന്റെ മേലെ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയാണ് അത് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്ത് നേട്ടാ പറയാൻ വേണ്ടി കഴിയുക? ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ പദ്ധതി നിർവ്വഹണമാണല്ലോ ഒരു തദ്ദേശ സ്ഥാപനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പദ്ധതി നിർവ്വഹണ ശതമാനമുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്, 73%. പിന്നെ എന്ത് മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയാൻ വേണ്ടി കഴിയുക? ഈ പയ്യാമ്പലത്ത് എപ്പോഴെങ്കിലും ഒരു ഈ മാസം ആദ്യത്തെ 2ാമത്തെ ദിവസം അവിടെ ഞാൻ പോകാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ 5 ശവശരീരം കിടക്കുകയാണ് അവിടെ ചിരട്ടിയില്ലായിട്ട്. ഞങ്ങളോട് പോയിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞ് അവർ ചിരട്ട കൊണ്ടുവന്നിട്ട് ആ 5 ബോഡി സംസ്കരിച്ചു. ഒരു 3-4 ചാക്കിൽ ചിരട്ട കൊണ്ടുവന്നിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു ഭരണസമിതി എവിടെയാണ് കാണാൻ വേണ്ടി കഴിയുക? കോടികൾ ചെലവഴിച്ച് അവിടെ ഉണ്ടാക്കി ഇലക്ട്രിക് ക്രിമിറ്റോറിയം ഉണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ വർക്ക് ചെയ്തിരിക്കുന്നത്? ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം സംബന്ധിച്ച് ഈ പറയുന്ന മാനുവലായിട്ടുള്ള ശവസംസ്കാരം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അതിന് പരിഹാരമായിട്ടാണല്ലോ അവിടെ ഈ പറയുന്ന ഇലക്ട്രിക് ക്രിമിറ്റോറിയം വന്നത്. അത് പ്രവർത്തിപ്പിക്കുന്നില്ല. ഇന്നലെ ഓരോ ദിവസവും അവിടെ വരുന്ന നാണക്കേടാണ്. അവിടെ വരുന്ന ശവം കൊണ്ടുവരുന്ന ആളോട് പറയാണ് ശവം വെച്ചിട്ട് പോയിട്ട് വിറകെടുത്തിട്ട് വന്നു, അല്ലെങ്കിൽ ചിരട്ട എടുത്തിട്ട് വന്നു. ഇങ്ങനെ ഒരു ഭരണസമിതി എവിടെ കാണാൻ വേണ്ടി കഴിയും? കോർപ്പറേഷൻ അകത്തുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നു, പുറത്തുള്ള ആളുകൾ 3000 രൂപ കൊടുക്കണം. പൈസ കൊടുത്താണ് ചെയ്യുന്നത്. ആ പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് അവിടെ വന്നതിന് ശേഷം അവർ വീട്ടിലേക്ക് ചിരട്ടക്കും അവർ നാട്ടിലേക്ക് പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരുടെ നിന്റെ പേരോ കണ്ണൂർ കോർപ്പറേഷൻ ആരെങ്കിലും ചോദിച്ചാൽ തിരിച്ചു വരാം. ഷൈജു, എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ ഏറ്റവും. കാരണം എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു മൃതദേഹം അവിടെ പോയപ്പോൾ കാണാൻ ഉണ്ടായത് അവിടെ ഒരു കരാറുകാരൻ, ആരാണ് കരാറുകാരൻ പോലും ഈ വിറകിറക്കുന്ന ലോറിക്കാരനും അറിയില്ല, ആർക്കും അറിയില്ല. വിറകിറക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച, നമ്മളെ എനിക്ക് തോന്നുന്നു റെയിൽവേയിലെല്ലാം നമ്മൾ തീ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് ലേലം ചെയ്ത് കൊടുക്കുമല്ലോ, ആ മരങ്ങളാണ് നമ്മുടെ പയ്യാമ്പലത്ത് എത്തിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ കൗൺസിലറാണെന്ന് പോലും ഈ ഡ്രൈവർക്ക് അറിയില്ല. ഞാനത് തടഞ്ഞ് ചിതടിയെ കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു ഇവിടെ ഇറക്കാൻ പറഞ്ഞതാണ്. ഞാൻ ചാര് അത് ഇന്നാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെയും കൊണ്ട് വിളിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എല്ലാം വന്ന് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ കത്തിക്കരിഞ്ഞ് ആ വിറക് ഉപയോഗിക്കാൻ പാടില്ല. മാനുവൽ പ്രകാരം ഏത് വിറകാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിയമമുണ്ടോ? അല്ല, നമ്മുടെ ഒരു മൃതദേഹം നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരങ്ങൾ ചില തെങ്ങ് പോലുള്ള തടികൾ, അങ്ങനെ ചില ആളുകൾ ചന്ദനത്തോണ്ടെല്ലാം നോർമലി സാധാരണക്കാർ കത്തിക്കുന്ന മരങ്ങൾ ഏതാണെന്ന് വിവക്ഷ എന്താണ് അറിയാൻ വേണ്ടി. പിലാവ് ഒഴികെ മറ്റുള്ള മരങ്ങളെല്ലാം ഇതിന് എടുക്കാറുണ്ട്. അപ്പൊ ഈ വന്ന മരം ഉപയോഗിക്കുന്നതിൽ നിയമപരമായി തെറ്റല്ല. പക്ഷേങ്കിൽ നമ്മുടെ ബോഡി ദഹിപ്പിക്കുമ്പോൾ ഒരു ഫ്രഷ് മരം എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് മരം മുറിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോഡിയല്ലേ ദഹിപ്പിക്കുന്നത്. പക്ഷെ ഇത് കത്തിക്കരിഞ്ഞ ഒരു മരത്തടിയാണ്
നമ്മുടെ പയ്യാമ്പലത്ത് കൊണ്ടുവന്നിരുന്നത്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിലും മരണങ്ങൾ സംഭവിക്കും. നമ്മുടെ അമ്മ അച്ഛൻ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊരു പൈതൃകമായ സ്ഥലത്ത് നമ്മളിപ്പം ജനിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മരണവും ഇത് നമ്മൾ പുണ്യസ്ഥലം എന്നുള്ള നിലക്കാണ് നമ്മൾ പയ്യാമ്പലത്തേക്ക് എത്തിക്കുന്നത്. കാരണം എനക്കെന്നെ അനുഭവപ്പെട്ടിട്ടുള്ളത് പല കൂത്തുപറമ്പ് പോലെയുള്ള മേഖലയിലുള്ള ആളുകൾ പോലും എഴുതി വെച്ചിട്ട് എൻ്റെ മൃതദേഹം പയ്യാമ്പലത്ത് ദഹിപ്പിക്കണം, എൻ്റെ അച്ഛനെ അവിടെ കൊണ്ടുവന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പാവനമായി ഹൈന്ദവ സമൂഹം കാണുന്ന ഈ ശ്മശാനം നമ്മൾ എഴുതിയിട്ട് തന്നെ കാണുന്നില്ല. ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ വരുമ്പോൾ സ്ഥിതി എന്നാണ് ഓരോരോ ആളുകളും വെയിൽ കൊള്ളുന്ന അവസ്ഥ. ആ സംഭവം തന്നെ ഞാനത് നമ്മുടെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് പോലും അതിന് ഈ കോൺട്രാക്റ്റുകാരെ എതിരെ നടപടിയെടുക്കാൻ കൈക്കൊണ്ടിട്ടില്ല കോർപ്പറേഷൻ. അല്ലെ കോർപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എതിർപ്പ് പറയുന്നില്ല. ചിലത് ഇതേപോലെ നേരത്തെ നമ്മുടെ കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അത് മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കത് സമ്മതിക്കാം. പക്ഷേ ഇത് അവിടെ വരുന്നത് ഒരു മൃതദേഹമാണ്, ആളുകൾ കാത്തു നിൽക്കാത്ത ഒരവസ്ഥ ദുഃഖത്തോടു കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ അതൊരു നല്ല നമ്മുടെ ഒരു പൈതൃക സ്വത്ത് എന്ന് പറയാം. പല നമ്മുടെ ആത്മാവിന് ശാന്തി നൽകാൻ വേണ്ടി നമ്മൾ അവിടെ എത്തുന്നതാണ്. ഒരു പിടി മണ്ണ് എന്ന് പറയുന്നത് അവിടെ പോലും ഒരു സമാധാനത്തോടെ എത്തി അന്ത്യകർമ്മം ചെയ്യാനുള്ള അവസ്ഥ നമുക്കില്ല. അത് ദയനീയമാണ്. കാരണം നമുക്കറിയാം അങ്ങനെ സംഭവിക്കുന്നത് അനാസ്ഥ തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ ക്രിമിനൽ അവിടെ ഇലക്ട്രിക് ശ്മശാനം ഉണ്ടല്ലോ, വൈദ്യുതി അത് പ്രവർത്തിക്കാതെ ഏതാണ്ട് ഇന്ത്യൻ ഓയിൽ സൊസൈറ്റി 1 കോടി ഉറുപ്പിയോളം അതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അത് അവരെ ഗ്രാന്റ് പൂർണ്ണമായി നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്. എത്ര കാലം പ്രവർത്തനരഹിതമായിട്ട്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ 1-2 ദിവസം അങ്ങനെ അത് പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ അത് പ്രവർത്തിച്ചിട്ടില്ല. അത് ഇന്നും തുരുമ്പ് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് നമ്മുടെ ഒരു പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിലേക്ക് നമ്മൾ കടക്കണം. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ എല്ലാ ആളുകളെയും വിളിച്ചിരുത്തിക്കൊണ്ട് ചില ആളുകൾക്ക് ദഹനകർമ്മത്തിലായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചില ആളുകൾക്ക് ഇങ്ങനെയുള്ളത്. അത് ഏതാണോ വേണ്ടത് ആളുകളോട് ചോദിച്ചതിന് ശേഷം അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രവർത്തന രഹിതാങ്കിൽ മാത്രമല്ലേ സ്ഥാപിച്ചിട്ട് ഓർമ്മയുണ്ടോ? ഏതാണ്ട് നമ്മൾ വരുന്ന സമയത്തെ അത് ഉണ്ട്, ഏതാണ്ടുണ്ട്. പക്ഷെ വന്നതിന് ശേഷവും ഇത് നോക്കുമ്പോൾ ഞാൻ 1-2 തവണ അവിടെ വന്ന് പരിശോധിച്ചിട്ടും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും അത് നമ്മൾ വീണ്ടും റിപ്പയർ ചെയ്ത് എന്നും അതിന് എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ചെയ്യേണ്ടെങ്കിൽ എന്നും പണിയുണ്ട്. ടി ഒ മോഹനൻ വളരെ കൃത്യമായിട്ടാണ് പ്രകാശും മാഷും വിജേഷും പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയല്ല, പല തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ വൈദ്യുതി ശ്മശാനം പ്രവർത്തിക്കുന്നില്ല? അതിൻ്റെ മറുപടി ആദ്യം ഒന്ന് കിട്ടാകും. വൈദ്യുതി ശ്മശാനമല്ല, അത് ഗ്യാസ് ക്രിമിറ്റോറിയമാണ്. യെസ്, ആ ഗ്യാസ് ക്രിമിറ്റോറിയം ആരംഭിച്ച് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള അവിടുത്തെ ഒരു പ്രശ്നം, ഇതിന് മുമ്പ് ഇലക്ട്രിക് ശ്മശാനം ഉണ്ടായിരുന്നു. ആ ശ്മശാനത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം ഇത് കടലോരത്താണ് ഈ സംഭവം. ആദ്യത്തെ സ്ഥാപിച്ച് അത് ചെറിയ ഒരു കൊല്ലം കൊണ്ട് തന്നെ അത് റസ്റ്റ് വന്ന് തുരുമ്പെടുത്ത്, കാരണം ഉപ്പ് കാറ്റേറ്റ് തുരുമ്പെടുത്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതാണ് പ്രവർത്തനക്ഷമമല്ലാത്തത്. പിന്നീട് ഇപ്പോൾ സ്ഥാപിച്ചതും ഏകദേശം അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലായത്. പക്ഷേ അതിൻ്റെ ഏകദേശം എനിക്ക് ഇതിപ്പോൾ 1-2 എന്നല്ല, ഏകദേശം 100-ലധികം മൃതദേഹങ്ങൾ അവിടെ ദഹിപ്പിച്ചു. പക്ഷേ അവിടെ വരുന്നത് മിക്കവാറും അവിടെ ചില ഏജൻസികൾ തന്നെയുണ്ട്. ഒന്ന്, ഇവിടെ സംസ്കരിക്കണ്ട, ഇവിടെ അപ്പുറം ചെയ്താൽ മതി, എന്നാൽ മാത്രമേ പരേതാത്മാവിന് മോക്ഷം കിട്ടൂ, മതി എന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ ആളുണ്ട്. അതൊക്കെ ഷൈജുവിന് അറിയാം. അപ്പോൾ അവിടെ ഞാൻ നേരിട്ട് കണ്ട സാക്ഷിയായ ഒരാളാണ്. ഞാൻ പലതവണ അതായത് പരമ്പരാഗതമായിട്ടുള്ള അവിടെ തന്നെ ചെയ്യണം എന്ന വാശി പിടിപ്പിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനെ മറികടന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനൊരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു. ആ കംപ്ലൈൻറ്റ് ഇത് ഈ പറഞ്ഞ ഉപ്പുകാറ്റേറ്റുണ്ടായിരുന്ന പ്രശ്നത്തോടനുബന്ധിച്ചാണ് എന്നതാണ് അവിടെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഏതായാലും അതൊന്ന് മാറ്റി സ്ഥാപിക്കണം, അത് നിലവിൽ പോരായ്മകളില്ലാതെ കൊണ്ടുവരണം എന്നുള്ള നിലയിൽ തന്നെയുള്ള പരിശോധനകൾ നടത്തി റെയ്ഡ്കോ ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് പയ്യാമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അത് ആധുനിക രീതിയിലുള്ള ഒരു നല്ല ശവസംസ്കാര കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഏകദേശം ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുൻപ് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആ പദ്ധതി ടെൻഡർ വിളിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി CR സെറ്റിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് KC സെറ്റ് മേലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഈ 3 വർഷമായിട്ട് അതിൻ്റെ പിറകിലാണ് ഞങ്ങളെല്ലാവരും.
സംസ്ഥാന സംഭവം അവിടെ തരുന്നില്ല. അവർ ഓരോ പേപ്പറും പറയുകയും ചില സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം അത് അവരുടെ പരിഗണനയിലാണ് എന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ തന്നെ വരുന്ന സംഭവമാണ്. കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലാണ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു IAS ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ. അപ്പം നമ്മൾ പലതവണ പോയി അവർ പറയുന്ന റിപ്പോർട്ട് എല്ലാം കൊടുത്തു. ഇപ്പം കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അത് ശരിയാക്കി തരാമെന്നൊക്കെ. 3 വർഷമായിട്ട് ഫയൽ അവിടെ കിടക്കുക. എന്താണ് പ്രാവശ്യം പക്ഷേ അത്രയും നല്ലൊരു പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന എന്ത് നിലപാടാണ്? ആ പദ്ധതിയുടെ ഫയലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല. പക്ഷേ അവിടെ സാധാരണഗതിയിൽ എത്രയോ കാലമായി കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പേയുള്ള ശ്മശാനാണത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതലേ ആ ശ്മശാനത്തിൻ്റെ അവിടെ ശവസംസ്കാരത്തിൻ്റെ കൂടെ പോകുന്നതാണല്ലോ. കോർപ്പറേഷൻ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ ദുർഗതി നാട്ടുകാർക്ക് ഉണ്ടായത്. അതൊരു ഗൗരവമുള്ള വിഷയം. ഒന്ന് അതുവരെ അവിടെ കത്തിക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഒരു കമ്മിറ്റി ആ കമ്മിറ്റി ആയിരുന്നു നടത്തി വന്നത്. ഇവരെ ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഈ പറഞ്ഞ ഇത് ഇടക്കിടക്കേ ഉണ്ടാവുകയാണ്. ശവം അവിടെ കൊണ്ടുപോയിട്ട് മടക്കുന്നു, ശവം കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാനാവുന്നില്ല, ആളുകൾക്ക് ഈ പറയുന്ന പോലെ നിൽക്കാനോ ഇരിക്കാനോ ഒരു സംവിധാനവും ഇല്ല. ഇതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി നേരത്തെ കൊണ്ടുവന്നാണ് ഇലക്ട്രിക് ക്രിമറ്റോറിയം, അത് പൊളിഞ്ഞു. പിന്നീട് ഇപ്പൊ കൊണ്ടുവന്നാണ് ഗ്യാസ് ക്രിമറ്റോറിയം, അതും പൊളിഞ്ഞു. പൊളിയുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം കാര്യക്ഷമമായി നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം കോർപ്പറേഷൻ എടുക്കണ്ടേ? അതിന്റെ കാര്യക്ഷമത കാണിക്കണ്ടേ? ഇപ്പോ ചേരോ ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്താ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവാൻ കാരണം? ന്യായമായ നിലക്ക് ടെൻഡർ ചെയ്ത് അതിന് പറ്റാവുന്ന ഒരു ഏജൻസി ഏൽപ്പിച്ച് അത് ന്യായമായി കൈകാര്യം ചെയ്ത് ഇടപെടണ്ടേ? അത് ഇടപെടേണ്ടത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമല്ലേ? അത് നിർവഹിക്കുന്നില്ല. പകരം ഞങ്ങൾ നേരത്തെ ആക്ഷേപിച്ചൊരു കാര്യം, ഒരു ശരിയല്ലാത്ത താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പദ്ധതികളെ കാണുന്ന ഒരു നില. ശരിയല്ലാത്ത താല്പര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കുറച്ചു കാലം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ തന്നെ അധിപനായ ഒരാളാണ്. സാധാരണഗതിയിൽ ഏതൊരു സ്ഥാപനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും എസ്റ്റിമേറ്റ് ഒരു പദ്ധതികളും പ്രവർത്തനത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും, അത് ടെൻഡർ ചെയ്യും, അത് ചിലപ്പോൾ ബിലോവിനെടുക്കും, ചിലപ്പോൾ എബോവിനെടുക്കും, അത് നടക്കും. എന്നാൽ ഈ കോർപ്പറേഷൻ മാത്രം കാണുന്ന ഒരു നില, അവിടെ എടുക്കുന്ന ഏതൊരു വർക്കും എസ്റ്റിമേറ്റ് റിവിഷൻ നടക്കുകയാണ്. എങ്ങനെ എസ്റ്റിമേറ്റ് റിവിഷൻ നടക്കുന്നത്? നിങ്ങൾക്ക് തന്നു, കോൺട്രാക്ടർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ കോൺട്രാക്ടറുടെ താല്പര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി റിവിഷൻ നടത്തുകയാണ്. അധികാരമുണ്ട്, കോർപ്പറേഷൻ അധികാരമുണ്ട്. പക്ഷേ എമൗണ്ട് എക്സീഡ് ചെയ്യാതെ വർക്കിൽ മാറ്റം വരുത്തി ഞാൻ ഉറപ്പിച്ച് പറയുന്നത് 95% വർക്കുകൾ, ഞാനിവിടുത്തെ അജണ്ട കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഒരാളാണ്, 95% ഈ പറഞ്ഞ പൊതുമരാമത്ത് വർക്കുകളും അവിടെ നടക്കുന്നത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ടാണ്. ആ റിവിഷൻ 100% എടുത്ത കോൺട്രാക്ടർക്ക് വേണ്ടിയുള്ളതാണ്. ഒരു സന്ദർഭം ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ചിലത് വേണ്ടി വരും. നേരത്തെ റോഡിനകത്ത് ഒരു കലുങ്ക് അവിടെ പെട്ടില്ല, അങ്ങനെയൊക്കെ വേണ്ടി വരും. അതല്ലാതെ എല്ലാ വർക്കുകളും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് ശരിയല്ലാത്ത താല്പര്യം കൊണ്ടാണ് എന്ന് ഈ ഭരണ നടപടികളെ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ആർക്കൊന്നും മനസ്സിലാവും. ഷൈജുവിൽ പോയിട്ട് അങ്ങോട്ട് എത്താം. എന്താണ് ഷൈജു, അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഇപ്പം നമ്മുടെ പയ്യാമ്പലം ശ്മശാനം, ഇപ്പം നേരത്തെ മുൻ മേയർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ ഒരു നമ്മളിപ്പോൾ അറിയാം, നമ്മുടെ ഒരു ബോഡി ആയി ദഹിക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് കൂട്ടായ സമവായത്തിലും കൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊരു ഹൈന്ദവ ആചാരപ്രകാരം നടക്കുമ്പോൾ ഹൈന്ദവാചാരന്മാരും കൂടി വാക്ക് കേട്ടുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിലും നമുക്ക് ചിന്തിക്കേണ്ട സാഹചര്യങ്ങളാണ്. കാരണം നമുക്കറിയാം ഗ്യാസ് ശ്മശാനം അനിവാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കുന്ന ടീമാരാണ് അതിന്റെ പിന്നിൽ പ്രോത്സാഹിപ്പിക്കുന്ന ടീമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇതിന് ചില സമയം വന്നേക്കാം. കാരണം ഇത് ആത്മീയ ലൈൻ മാത്രമാണോ, വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഒരു ഭാഗം മാത്രം ആത്മീയമല്ലാത്ത വല്ല ലക്ഷ്യമുണ്ടോ? ആത്മീയമല്ലാത്ത ലക്ഷ്യം നേരത്തെ മുൻ മേയർ സൂചിപ്പിച്ചതുപോലെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശപരമായ നിങ്ങൾ കണ്ട ദുരുദ്ദേശം അല്ല. നേരെ മറിച്ച് അവിടെ ഫ്ലാറ്റുകളുണ്ട്. പക്ഷേ ഫ്ലാറ്റുകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പയ്യാമ്പല ശ്മശാനമുണ്ട്. അവരുമായി ധാരണയാക്കിയ ആളുകൾ ഉണ്ടാകാം. ഇതെല്ലാം ഭിന്നാമ്പറങ്ങളാണ്. പക്ഷേ അത് അങ്ങനെ ആകാനുള്ള കാരണം നമ്മുടെ കോർപ്പറേഷനാണ്. ഇത് ഓരോ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരക്കുന്നത് അത് മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാണ് കോർപ്പറേഷനാണ്. മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു ശ്മശാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് നമുക്ക് കാര്യമല്ല. പക്ഷേ ആ ഭരണകൂടത്തിന് കൃത്യമായ ഒരു അജണ്ട ഉണ്ടാകണം. നമുക്ക് ഈ പയ്യാമ്പല ശ്മശാനം സമൂഹത്തിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒന്ന് മറുപടി പറയണം. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ അകത്ത് അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സമീപകാലത്തുണ്ടായിരുന്ന ഒരു ധാരണയുടെ പുറത്തൊക്കെ പോകുന്നതായിരിക്കാം. അപ്പൊ ഇതിവിടെ മാഷ് ഇവിടെ സൂചിപ്പിച്ചത് പലതും വസ്തുതാ വിരുദ്ധമാണ്.
വസ്തുതാ വിരുദ്ധം എന്ന് പറയുമ്പോൾ ഇപ്പോഴും പറഞ്ഞത് കാര്യം ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. 95% വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അങ്ങനെ 95% ടെൻഡറും പ്രവർത്തികളും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ 95% ഒരു 10%-ലധികം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മാഷ് പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാ. ചിലപ്പോൾ മാഷ് അജണ്ട പരിശോധിക്കുന്നുണ്ടാവും. അജണ്ട പരിശോധിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വരുന്നുണ്ടാവും. ആ വരുന്നത് അതിനുവേണ്ടി ഉള്ളത് മാത്രമാണ് അതിന് വരിക. 1000-ഓളം പ്രവൃത്തികൾ ഒരു കൊല്ലം നടത്തുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. ആ വരുന്നത് മാത്രമേ കൗൺസിലിലേക്ക് പിന്നെ പോകൂ. അത് വായിച്ചിട്ട് 95% അതാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പം അതൊരു പ്രവൃത്തി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വേണ്ടി വരുന്നു. ചെറിയ അതാണ് ആ പറയുന്ന കാര്യങ്ങൾ. ആ പറയുന്ന കാര്യങ്ങൾ പറയട്ടെ, ഞാൻ പറയാം, അത് പറഞ്ഞു. അപ്പൊ അതാണ് മാഷി പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇത് പറയുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷൻ ഇതുവരെ ഭരിച്ചത് UDF മാത്രമല്ല, ആദ്യം LDF-ലൂടെയാണ്. LDF ഭരിക്കുമ്പോഴുള്ള അജണ്ടകളും UDF ഭരിക്കുമ്പോഴുള്ള അജണ്ടകളും മാഷ് നമുക്ക് ഒന്നിച്ച് ഇരുന്ന് പരിശോധിക്കാം. ഇത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ടില്ല. കാരണം അത് ഈ സംവിധാനത്തിനകത്തുള്ള ഒരാളെന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാൻ പറ്റും. അതൊരു അഴിമതിയുടെ ഭാഗമല്ല. ഒരു 5 ലക്ഷം രൂപ ടെൻഡർ വിളിച്ചിട്ട് അവസാനമുള്ള ചെറിയൊരു നീക്കുപോക്ക് എന്ന ചിലപ്പോൾ ഒരു അഡീഷണൽ വർക്ക് വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗം അനിവാര്യമല്ലാത്തത് കട്ട് ചെയ്ത് മറുവശത്തേക്ക് ചേർത്തുകൊണ്ട് ആ വർക്ക് പൂർത്തിയാക്കുക. അപ്പം അതിന് ചെറിയൊരു ഭേദഗതി വരുന്നതിനകത്ത് എമൗണ്ടിൽ മാറ്റം വരുത്താതെ ഒരു ഭേദഗതി വരുന്നത് അത് ആരാ കൊണ്ടുവരുന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ കൊണ്ടുവരുമ്പോൾ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആ ഡിവിഷനിലെ കൗൺസിൽ ഉൾപ്പെടെ അറിഞ്ഞ് കത്ത് കൊടുത്തിട്ട് കൊണ്ടുവരുന്ന പറ്റില്ല. പിന്നെ മാഷ് നേരത്തെ പറയട്ടെ, ഇപ്പൊ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മാഷോടെ പറഞ്ഞു തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഏറ്റവും ഭംഗിയായി. എന്നാൽ കൊച്ചി ഇവിടെ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ 1,77,00,000 രൂപയുടെ അഴിമതി എന്നാണ് പറഞ്ഞത്. എന്താ ഓഡിറ്റ് റിപ്പോർട്ട്? എൻ്റെ കയ്യിൽ ഇപ്പോഴും കണ്ണൂർ കോർപ്പറേഷൻ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ 1,77,00,000 ക്രമരഹിതമായി ചെലവഴിച്ചു എന്നാണ് അതിന് വാക്ക്. ആ ക്രമരഹിതമായി ചെലവഴിച്ചു എന്ന് പറയുന്നതിന് ഓഡിറ്റ് റിപ്പോർട്ട്, സാധാരണ ഓഡിറ്റ് റിപ്പോർട്ട് മാഷ് പറഞ്ഞല്ലോ, പഞ്ചായത്തിൽ പ്രസിഡൻ്റായ ആളാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ നല്ല ധാരണയുണ്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായാൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി കൊടുക്കുക എന്നത് മാത്രമാണ് ചെയ്യുക. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ പിന്നീട് നടപടി ഉണ്ടാകും. പിന്നെ തുടർന്ന് ഇവിടെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം വരട്ടെ. അതായത് ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷനകത്ത് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാലിന്യ നിർമ്മാർജ്ജനം, അതായത് ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത കോർപ്പറേഷൻ കണ്ണൂരാണ്. 640 രൂപ ഒരു ക്യൂബിക് മീറ്ററിന്. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ ഒരു ക്യൂബിക് മീറ്ററിന് 1690 രൂപയാണ് ഒരു ക്യൂബിക് മീറ്ററിന്. അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. 9,48,00,000 രൂപ അവിടെ അഴിമതിയാണെന്ന് കൃത്യമായി എഴുതി. ആ റിപ്പോർട്ടിന്റെ കോപ്പിയും മാഷക്ക് ഞാനിപ്പോ തരാം. പറയട്ടെ, ഒരു പൂർത്തിയാക്കട്ടെ. 9,48,00,000 രൂപ അവിടെ 1,49,000 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തു കണക്ക്. ആ 1,49,000 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തതിൽ 29,000 ക്യൂബിക് മീറ്റർ മാലിന്യം മാത്രമാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ നീക്കം ചെയ്ത് കൊണ്ടുപോയത്. 1,20,000 ക്യൂബിക് മീറ്റർ മണ്ണും അതിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ പുഴയോരത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നും ഈ കാര്യം അവിടെ പറയുമ്പോൾ 350 മുതൽ 1000-ഓളം കിലോമീറ്റർ അകലെയാണ് ഇതുകൊണ്ട് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് 1,690 രൂപ ക്യൂബിക് മീറ്റർ വാങ്ങിയെടുത്തിട്ടാണ് ഇത് തൊട്ടപ്പുറം നിക്ഷേപിച്ചിട്ട് അവിടെ 9,48,00,000 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതി നടത്തി എന്ന് പറയുമ്പോ അവിടെ അഴിമതിയല്ലേ അത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കയറി പറയല്ല. അല്ല, ഇവിടെ പറഞ്ഞത് ക്രമരഹിതമായി ചെലവഴിച്ചു എന്നാണ്. ഇവിടെ എന്താണ് 70,000 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തു എന്ന് കോർപ്പറേഷന്റെ ബുക്കിലുണ്ട്. എന്നാൽ ഇവിടെ ഡ്രോൺ സർവേ നടത്തിയപ്പോൾ അത്ര ഇല്ല എന്ന് പറഞ്ഞു. ആ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നത്. അതുപോലെ തന്നെ ഈ ഡ്രോൺ സർവേ നടത്തിയതിനു ശേഷം ആദ്യം ഡ്രോൺ സർവേ നടത്തി ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്തിട്ട് രണ്ടാമത് ഡ്രോൺ സർവേ നടത്തി വർക്ക് തുടങ്ങുമ്പോൾ 1 കൊല്ലവും 3 മാസവും കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഈ 1 കൊല്ലവും 3 മാസവും
കോർപ്പറേഷൻ മാലിന്യം അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപിച്ച മാലിന്യം ഈ അളവിൽ വന്നിട്ടില്ല. പിന്നെ ഈ സർവേ നടത്തിയതിനു ശേഷം പിന്നീട് 3 മാസം വീണ്ടും ചെയ്തിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി ഇത് നമ്മൾ കോർപ്പറേഷൻ കൊടുത്ത ഓഡിറ്റിന് കൊടുത്ത മറുപടി വന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രകാശ് ഒരു പ്രധാന ചോദ്യം, ഡെപ്യൂട്ടി മേയർ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. ഈ സംസ്ഥാന ഭരണത്തിലും ഒരു താല്പര്യമില്ലാത്ത കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെ മുഴുവൻ ഡംപ് ചെയ്യുന്നൊരു കേന്ദ്രമായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയിരിക്കുന്നു. എന്തിന് അങ്ങനെ ചെയ്യുന്നു? ഒരു ഭരണ പ്രതിസന്ധി എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു? ഇത് ഈ ഭരണ പരാജയം മറച്ചു വെക്കാൻ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. അപ്പം അവർ ആവശ്യപ്പെട്ടതിപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ പിന്നെ ഇന്നയാള് മന്ത്രി തന്നെ ഡെപ്യൂട്ടി മേയറോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ അന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അത് വസ്തുതയാവാൻ അടിയില്ല. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഗൗരവമായ ഷോർട്ടേജ് മറ്റെവിടെയെങ്കിലും ഇല്ലാത്ത രൂപത്തിൽ കണ്ണൂർ കോർപ്പറേഷനകത്തുണ്ട് എന്നുള്ളത് വസ്തുതയല്ല. ഇനി അങ്ങനെ ഒരു വസ്തുതയുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കൂടി ശ്രദ്ധയിൽ പെടുത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പരിഹരിക്കാൻ ഇവിടുത്തെ കാലത്ത് പെടുത്തലേ ഇല്ല. ഡെപ്യൂട്ടി മേയർ പറഞ്ഞപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടോ? അല്ല, പരിശോധിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ എപ്പോഴാണ് പരിശോധിക്കുന്നത്? ഞങ്ങൾ ഈ കോർപ്പറേഷനോട് UDF ആണ് ഭരിക്കുന്നതെങ്കിലും ഈ കോർപ്പറേഷന്റെ വികസനം UDFന്റെ വികസനമല്ല, ഈ നാട്ടിന്റെ ആകെ വികസനമാണ്. ഇപ്പോ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് വരാൻ വേണ്ടി പോകുന്നതാണല്ലോ അതിന്റെ ഓഫീസ്. അതിന് പൂർണ്ണമായ സംഖ്യ ഞങ്ങൾ കൊടുത്താണല്ലോ LDFന്റെ ഗവൺമെന്റ്. എന്നാൽ ഞങ്ങൾക്കൊരു ആക്ഷേപമുണ്ട്. ഇവിടെ ഒരു മന്ത്രി, നേരത്തെ ഒരു MLA ഉണ്ട്, അദ്ദേഹത്തെ സഹകരിപ്പിക്കാനോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനോ ഉള്ള ഒരു നിലപാടും കോർപ്പറേഷൻ സ്വീകരിക്കുന്നില്ല. ഭരണസമിതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് കരുതപ്പള്ളിയുടെ കാര്യമാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ. ഇവിടെ പഞ്ചായത്ത് രാജ് അതിന്റെ നിർമ്മാണ വേളയിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനകത്ത് പ്രതിപക്ഷമില്ല. അവിടെ പ്രതിപക്ഷ നേതാവില്ലാത്തത് എല്ലാവരും ചേർന്നാണ് ഭരണസമിതി. പ്രതിപക്ഷ അംഗങ്ങളും അതിന്റെ കമ്മിറ്റികളിലുണ്ടല്ലോ, ധനകാര്യ കമ്മിറ്റിയിലും എല്ലാ കമ്മിറ്റികളിലും. അവരെ മുഖവിലക്കെടുക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഭരണസമിതിയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ എന്താ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് LDFന്റെ കൗൺസിലർമാരെ അവഗണിക്കുന്ന വിഷയത്തിന്റെ മേലെ 4 തവണ LDF അവിടെ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നില എവിടെയെങ്കിലും ഉണ്ടാവും? വളരെ പ്രകടമായിട്ട് ഈ LDFന്റെ പിന്നെ കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളോട് തികഞ്ഞ അന്യായം കാണിക്കുകയാണ്. ഇപ്പോൾ സോടുകലത്തെ ബൈറ്റ് പറയാം. 18ാം ഡിവിഷൻ UDFന്റെ ഡിവിഷൻ അവിടെ അനുവദിച്ചതിന്റെ 10-1 ഞങ്ങളുടെ കൗൺസിലുള്ള 20ാം ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അതൊരു ന്യായമാണ്. അനീതി ഞങ്ങൾ സമരം നടത്താൻ ഇവിടെ ഒരു വലിയ സമരം നമ്മൾ നടത്തിയല്ലോ. ഇപ്പോ കുറെ ദിവസക്കാലം, ഏതാണ്ട് ഒരു 14 ദിവസക്കാലം ഞങ്ങൾ സമരം നടത്തിയല്ലോ. അതിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് നീതി കാണിക്കണം എന്നാണ്. ഇവിടെ ഒന്ന് മറുപടി വരും. മന്ത്രിയെ അവഗണിക്കുന്നു, പ്രതിപക്ഷ കൗൺസിലർമാരെ അവഗണിക്കുന്നു, അവർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു കോർപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ടി.ഒ. മറുപടി? ഇത് രാഷ്ട്രീയ ആരോപണമാണ് ഒന്ന്. മറ്റൊന്ന്, മാഷ് പറഞ്ഞത് ഞാൻ പറയാം, ഗവൺമെന്റ് എല്ലാ കാര്യവും ചെയ്യുന്നതാണ്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷനോട് ചിറ്റമ്മ നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്താണ് അങ്ങനെ? ഞാൻ പറയാം, നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ കൃത്യമായി പറയാം. ഒന്ന്, കേരളത്തിൽ പല സ്ഥലത്തും കളങ്കിതരായ പല ഉദ്യോഗസ്ഥന്മാർ, അവരെയൊക്കെ നിക്ഷേപിക്കുന്ന സ്ഥലമാണിത്. ഒന്നത്. മറ്റൊന്ന്, നമുക്ക് ആവശ്യത്തിന് ജീവനക്കാരെ തരുന്നില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ 7 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുണ്ട്. അതായത് മരാമത്ത് പ്രവൃത്തികളൊക്കെ മോണിറ്റർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. 4ഓളം ആളുകൾ ഞങ്ങൾ ഡെയിലി ബേസിന് കോൺട്രാക്ട് എടുത്തിട്ടാണുള്ളത്. എത്രയോ കാലമായിട്ട് 3 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ 3 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരിൽ ഞങ്ങൾ അതോടൊപ്പം തന്നെ AEമാരുടെ ഷോർട്ടേജ് ഉണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടു, കൗൺസിൽ തീരുമാനം എടുത്തിട്ട് ഈ AEമാരുടെ എണ്ണം 2 കൂട്ടണം. കാരണം എല്ലാ സോണിലേക്കും ഒരാൾ വേണം പദ്ധതി നോക്കാൻ. ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയത് 10 HIമാരുടെ പോസ്റ്റാണ്. HIമാരുടെ ഓൾറെഡി നമുക്ക് അധികമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് AEമാരെ തന്നില്ലെന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം വരുന്ന ഉത്തരവ് 3 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുത്തു. ഇവിടുത്തെ 2 എണ്ണമായി കുറച്ചു. ഇവിടുത്തെ സെക്രട്ടറി ഞങ്ങൾ കോർപ്പറേഷനുമായിട്ട് ഭരണസമിതിയുമായിട്ട് തർക്കമുണ്ടായി. അദ്ദേഹം തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഭരണസമിതിയുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയതാണ്. മാറ്റുന്ന സമയത്ത് അന്ന് മേയറായിരുന്ന എൻ്റെ അടുത്ത് മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ അറിഞ്ഞപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, ഇല്ല 2 മാസത്തേക്ക് മാത്രമുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, നിങ്ങൾ തൽക്കാലം പ്രശ്നമുണ്ടാവില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനാണ്, അവിടെ അദ്ദേഹമായിട്ട് പ്രശ്നമുണ്ടായത്. ഇവിടെ തന്നു.
ഇവിടെ ഒരു കൊല്ലത്തിലധികം കോർപ്പറേഷൻ ഇവിടുത്തെ ഭരണസമിതിയായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി, പറഞ്ഞു, അവസാനം മാറ്റി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ അദ്ദേഹം വീണ്ടും അവിടെയും പ്രശ്നമുണ്ടായി, അദ്ദേഹത്തെ തിരിച്ച് അത് വെച്ചാൽ ദൈനംദിന ഭരണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പിന്നെ ഇവിടെ ഞങ്ങൾ ഇടപെടുന്നു പറഞ്ഞല്ലോ. കോർപ്പറേഷൻ കൗൺസിൽ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇവിടെ പാർട്ടി ലീഡർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടെ സുഗന ടീച്ചർ അതിനകത്തുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ച് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേർന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമാരെ നേരിട്ട് കാണാനും എല്ലായിടത്തും പോയിട്ടുണ്ട്. ആ പോയിട്ട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ സ്ഥലം MLA ആയിട്ട് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ അദ്ദേഹത്തെ സഹകരിപ്പിക്കാതിരുന്നിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒരു വർഷം 5 ലക്ഷം കോടി രൂപ ആസ്തി വികസന ഫണ്ട്, അതുപോലെ തന്നെ MLA ഫണ്ട് 2 കോടി രൂപ അത് വേറെയുണ്ട്. ഈ ഫണ്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ അകത്ത് ഈ കണ്ണൂർ MLA പ്രവർത്തന പരിധി എന്ന് പറയുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തും ബാക്കി മുഴുവൻ കോർപ്പറേഷനാണ്. എന്നാൽ ഈ സ്ഥലത്ത് ഈ ഇത്രയും തുക ചെലവഴിക്കുമ്പോൾ ഇവിടെയുള്ള ഒന്നിക്ക് ഭരണസമിതിയുമായിട്ട് ജസ്റ്റ് ഞങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്ത് പ്രയോറിറ്റി ഉള്ള വർക്ക് ഏതാണ്, ഞങ്ങൾക്കത് ചെയ്യാം, ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. ഒന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 1000 കോടിയുടെ ഒരു റോഡ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകൾക്ക് വേണ്ടി ഒരു ഫണ്ട് വന്നു. കണ്ണൂർ കോർപ്പറേഷൻ ഒരു ദിവസം ഒരു കത്ത് വരികയാണ്, കോർപ്പറേഷൻ്റെ അകത്ത് കൗൺസിലർമാർ ബന്ധപ്പെട്ട ലിസ്റ്റ് തരണമെന്ന്. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അപ്പോൾ പറഞ്ഞ അതെല്ലാം തീർന്നു പോയി. അപ്പോൾ ആ വർക്ക് വന്ന് നോക്കിയപ്പോൾ MLA കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലാണ്. നിങ്ങൾ ഇതിന്റെ MLA പ്രവർത്തനം അങ്ങനെയാണ്. MLA പ്രവർത്തനം പൂർണ്ണമായിട്ട് ചില പദ്ധതികൾ അദ്ദേഹം നിർദ്ദേശിക്കും. ഞാൻ ചോദിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിക്കകത്ത് അദ്ദേഹം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കോർപ്പറേഷനുമായിട്ട് ഒന്ന് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ അതോടൊപ്പം തന്നെ തയ്യാറാവുന്നില്ല. അതോടൊപ്പം ഇവിടെ പറഞ്ഞല്ലോ വാർഡുകളോട് അവഗണന. മാഷ് ഒന്ന് പരിശോധിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ബജറ്റിനകത്ത് ആ ബജറ്റിനകത്ത് UDF MLA-മാരുടെ വാർഡുകൾ നിയോജക മണ്ഡലങ്ങളിൽ കൊടുക്കുന്ന ഫണ്ടിന്റെ ആ എമൗണ്ടും അതുപോലെ തന്നെ LDF MLA-മാരുടെ നമ്മൾ കഴിഞ്ഞ ബജറ്റൊക്കെ വന്നപ്പോൾ വിജിനൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. സുമേഷ് പറഞ്ഞു നിനക്ക് 45 കോടി കിട്ടി. ഞാൻ അന്വേഷിച്ചു, ഇവിടെ സജി ജോസഫിന് 5 കോടി, സണ്ണി ജോസഫിന് 5.5 കോടി, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 368 കോടി. കേരളത്തിലെ 40ഓളം വരുന്ന UDF MLA-മാരുടെ മൊത്തം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ കൊടുത്തതിന്റെ പകുതി പോലും വരില്ല. കൊടുത്തതിലല്ല ഞങ്ങൾക്ക് ആക്ഷേപം, ഞങ്ങൾ അതിന് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അങ്ങനെ ഒരു പക്ഷപാതിത്വം കാണിക്കാത്തവരാണെന്ന് പറഞ്ഞു. ഇവിടെ പക്ഷപാതിത്വം ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. പറയട്ടെ, പക്ഷപാതിത്വം ഞങ്ങൾ കാണിച്ചിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷന്റെ ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള മാഷ് ഒരുപക്ഷെ ആദ്യം ഭരിച്ച EP രതിയുടെ ഭരണസമിതി ആ കാലഘട്ടത്തിലെ പരിശോധിച്ചാൽ അത് ശരിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഭരണസമിതി കൊടുത്ത 3 വർഷത്തെ ബജറ്റും അതല്ലെങ്കിൽ അതിന്റെ പദ്ധതിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച തുക ഒന്നുകിൽ ചിത്ര ശശിധരന്റെ ഡിവിഷനായിരുന്നു, അതല്ലെങ്കിൽ PK അൻവർ CPM-ന്റെ നേതാവ് അൻവറിന്റെ ഡിവിഷനായിരുന്നു. ഇത് ഷൈജു, ഇപ്പൊ നമ്മളെ പുതിയ ഇവിടെ എപ്പോഴും കേൾക്കുന്ന പാർക്കിംഗ് പ്ലാസ, പഴയ ബസ് സ്റ്റാൻഡ് ആ കോംപ്ലക്സ് അങ്ങനെ തന്നെ ഒരു ഫലകം പോലെ ഒരു ശില പോലെ അങ്ങനെ നിൽക്കുകയാണ്, ഏത് സമയം തകർന്ന് വീഴാൻ പാകത്തിന്. ഇത്തരം ജവഹർ സ്റ്റേഡിയം, ഇത്തരം കാര്യങ്ങളൊക്കെ കൗൺസിലിൽ വരാറുണ്ടോ? ഇതിന്റെ എല്ലാം അവസ്ഥ എന്താണ്? ഒരു കൗൺസിലർ എന്ന നിലക്ക് താങ്കളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിത്രം എന്താണ്? വരാറുണ്ട് അജണ്ടയിൽ നമ്മൾ വരാറുണ്ട്, ഈ കാര്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇത്രയോ വർഷമായില്ലേ, എന്താ പരിഹാരം വന്നിട്ടുണ്ട്? എന്തുകൊണ്ട് പരിഹാരം വരുന്നു? ഞാൻ ഇതിന്റെ ഒരു ആമുഖമായിട്ട് പറയാം. ഇപ്പം നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനായാലും കോർപ്പറേഷനായിട്ട് 10 വർഷമാണ്, അതിന് മുന്നേ മുനിസിപ്പാലിറ്റിയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ CPM അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കൂല. പക്ഷേ ഈ വികസനം എന്ന് പറയുമ്പോൾ ഇപ്പം ഇവര് നേരെ ഒരു മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നമ്മളൊന്ന് ചെറുങ്ങനെ പോയി നോക്കണം. അവിടെയൊക്കെ ഈ കോർപ്പറേഷനും പഞ്ചായത്തും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഒന്നിക്ക് ചില സമയം പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറയും നമ്മുടെ പ്രകാശ് മാഷ പാർട്ടി. എവിടെ പോയാലും ഒന്നിക്കിൽ അടുത്ത മുഖ്യമന്ത്രിമാർ മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ്, അല്ലേ പ്രധാനമന്ത്രി പറയേണ്ട സാഹചര്യമാണ്. പക്ഷെ ഇവിടുത്തെ ഇരട്ടത്താപ്പൊന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രകാശം മാഷനെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഒരു കോർപ്പറേഷനിൽ ഇന്ന് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ, ഞാൻ പറഞ്ഞു നമ്മുടെ സ്വന്തമായി നമ്മുടെ കോർപ്പറേഷൻ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റ് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം 164.21 കോടി രൂപ നമ്മുടെ അമൃതിലൂടെ നമ്മുടെ കോർപ്പറേഷനിൽ കിട്ടിയിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ട്. എന്നും നമ്മുടെ ഒരുപാട് പദ്ധതിയാണ്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഉപയോഗിച്ചല്ല, ഉപയോഗിക്കാതിരിക്കാത്തതും ഉണ്ട്. ഒരുപാട് പദ്ധതികള് നമ്മുടെ പ്രകാശം മാഷെ ഇപ്പൊ നമ്മുടെ ഈ കണ്ണൂർ കോർപ്പറേഷൻ UDF ഇരിക്കുന്നുണ്ടെങ്കിലും
ഒരുപാട് കോർപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് എല്ലാ കോർപ്പറേഷൻ്റെ മികവിനെ പറ്റി നമ്മൾ ചർച്ചയുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. അവിടെ ഏറ്റവും കൂടുതൽ ഈ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചത് കോഴിക്കോട് കോർപ്പറേഷനും ഉണ്ട്. പക്ഷെ ഒരാൾ പോലും കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷെ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത കണ്ണൂർ കോർപ്പറേഷൻ എന്റെ ചോദ്യം ഞാനിപ്പോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കുറെ കാലമായിട്ട് യാതൊരു പ്രൊജക്റ്റും നടന്നിട്ടില്ല. ഇപ്പൊ നടന്നിട്ടുള്ളതൊക്കെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ, പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ ചേലോറ ഇവിടെ കിടക്കുന്നു. അതിപ്പോ വിജിലൻസിന്റെ ആണെന്ന് നമ്മുടെ മുൻമേയർ ഒന്ന് നോക്കണം. നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അകത്ത് അപാകതകൾ ഉണ്ടെങ്കിലും ഇപ്പൊ വിജിലൻസിന്റെ അതുപോലെ തന്നെ കാർ പാർക്കിംഗ് സിസ്റ്റം അതും ഈ അമൃതിൽ കൊണ്ടുവന്നതാണ്. അതുപോലെ പുലിമൂട്ട് പദ്ധതിയുണ്ട്. ഇതൊക്കെ കേന്ദ്ര ഫണ്ടിൽ കൊണ്ടുവന്നതാണെങ്കിലും ഇതിന്നും ഉദ്ഘാടനം കഴിച്ച് നിൽക്കുന്നതല്ലാതെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ പിന്നെയും കിടക്കുന്നത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ MP തന്നെ പറഞ്ഞതാണ്, 1000 കോടി രൂപ ഞാൻ കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നിട്ട് അത് ചെലവാക്കാൻ പറ്റി. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് മുൻ മേയർ കൃത്യമായി രാഷ്ട്രീയമായി മറുപടി പറഞ്ഞിട്ടില്ല. നേരെങ്കിലും ആ ചോദ്യം ഉയരും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കെ സുധാകരൻ MP തന്നെ പറഞ്ഞു വലിയൊരു പദ്ധതി കൊണ്ടുവന്നു, അത് പണിയാക്കി. അത് പറഞ്ഞാൽ വലിയ പദ്ധതി അട്ടിമറിച്ചു, കുളം കലക്കി എന്ന് കെ സുധാകരനാണ് പറഞ്ഞത്, നിങ്ങളുടെ നേതാവ്. എന്താ താങ്കൾ? ഇവിടെ എൻ്റെ സുഹൃത്ത് ഷൈജു പറഞ്ഞത് 165 കോടി രൂപയുടെ അമൃത് പദ്ധതി കൊണ്ടുവന്നു. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും അതിൻ്റെ വസ്തുതകൾ പഠിച്ചിട്ട് വരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അമൃത് പദ്ധതി എന്ന് പറയുന്നത് അമൃത് 1. ആ അമൃത് 1 അതിനകത്ത് പെടുന്നത് UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കണ്ണൂർ മുനിസിപ്പാലിറ്റി UDF ഭരിക്കുകയും ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ വൈസ് ചെയർമാനാണ്, ആ സമയത്താണ് അമൃത് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ആ അമൃത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ 7 തദ്ദേശ സ്ഥാപനങ്ങളാണ് വന്നത്. അതിനകത്ത് കണ്ണൂർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൂരിനെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നേരിട്ട് പോകുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ട് കണ്ണൂരിനെയും ഗുരുവായൂരിനെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അമൃതിൽ വരുന്നത്. ഈ അമൃത് എന്ന് പറയുന്നത് തന്നെ മുൻപ് എല്ലാ കാലത്തും ഉള്ള സംവിധാനത്തിൻ്റെ തുടർച്ചയാണ്. മുമ്പുള്ളപ്പോഴും അന്ന് UID SSMT ആണ്, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്കീം ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൗൺ. അത് മാറ്റിയിട്ടാണ് അമൃത് സിറ്റിയും അതുപോലെ അതല്ല 225 കോടി രൂപയുടേതാണ്. അത് 165 അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അല്ല, 2 കാര്യങ്ങൾക്ക് മറുപടി വേണം. ഒന്ന് പാർക്കിംഗ് പ്ലാസ, ഒന്ന് ജവഹർ സ്റ്റേഡിയം, ഒന്ന് പഴയ ബസ് സ്റ്റാൻഡ്. ഈ 3 കാര്യത്തിൽ എന്താണ് മറുപടി? അപ്പൊ അതിനകത്ത് ആ കിട്ടിയതിൻ്റെ അകത്ത് ഫണ്ട് ചെലവഴിച്ചതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കോർപ്പറേഷൻ കണ്ണൂരാണ്. ഒന്ന്. അതിനുശേഷം തിരുവനന്തപുരത്ത് അമൃത് ഡയറക്ടറേറ്റിന് ബന്ധപ്പെട്ടിട്ട് മറ്റ് കോർപ്പറേഷനുകളിൽ ചെലവഴിക്കാത്ത തുക ഉപയോഗിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തുകയും വാങ്ങിയെടുത്ത് വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ കൊടുത്ത പാർക്കിംഗ് പ്ലാസ, ജവഹർ സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ്. പാർക്കിംഗ് പ്ലാസയുടെ വിഷയം അത് അമൃതിൽപ്പെട്ടതാണ്. 11-11.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ്. പറയട്ടെ 95% പ്രവൃത്തിയും പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ സമയത്ത്, അതായത് അംഗീകാരം തരേണ്ട ഏജൻസി കിറ്റ്കോ ഏജൻസി അത് ക്ലിയർ ചെയ്ത് തരാത്തതിന്റെ പേരിൽ ടെൻഡർ ചെയ്തു. അത് കിട്ടുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പാണ്, ഒരു കൊല്ലം മുമ്പാണ്. ആ ഒരു കൊല്ലം മുമ്പ് അതിന്റെ അംഗീകാരം കിട്ടിയപ്പോൾ എടുത്ത കരാറുകാരൻ പറയുന്നു ഇപ്പോഴാണ് ഇനി ഞാൻ പ്രവൃത്തി ചെയ്യേണ്ടത്. ടെൻഡർ ഏറ്റെടുത്തത് 3 വർഷം മുമ്പാണ്. അന്നത്തെ റേറ്റും ഇന്നത്തെ റേറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 18 ലക്ഷം രൂപ വ്യത്യാസം വരുന്നു. റേറ്റ് മാറിയിട്ട് ആ പൈസ കിട്ടണം. ഞങ്ങൾക്ക് കൊടുക്കാൻ നിലവിൽ പ്രൊവിഷൻ ഇല്ല. ഞങ്ങളത് ഗവൺമെന്റിലേക്ക് എഴുതി. ആ ഗവൺമെന്റിലേക്ക് എഴുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മന്ത്രി കടന്നപ്പള്ളിയെ ഉൾപ്പെടെ കൂട്ടിയ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിപ്പോ കിട്ടി. 1 വർഷവും 1 മാസവും എടുത്തു സംസ്ഥാന ഗവൺമെന്റിൽ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി കാത്തു നിന്നപ്പോഴും ഇവിടെ ആളുകൾ വന്നത് അട്ടിമറിച്ചു. അതൊരു കാര്യം. ഇപ്പൊ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്, എത്രയും പേർക്ക് പൂർത്തി. അത് 11.5 കോടി രൂപയുടെ ആ പദ്ധതി 90%, 95% പൂർത്തിയായ പദ്ധതിയെ കുറിച്ച് ഇവര് പ്രചരണം നടത്തുകയാണ്. 12 കോടിയുടെ അഴിമതി നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് ഈ പൊതുപ്രവർത്തന സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പിൽ അപഹസിക്കുന്ന ഇത്രയും കാലമൊക്കെ ഒരു കടലാസാടെ പോയി കിടക്കുക. 11.5 കോടി ജനങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളെ കടലാസ് എവിടെയാ ഉള്ളതെന്നൊന്നുമല്ല.
ജനങ്ങള് നിങ്ങൾ കടലാസ് പാസ്സാക്കി കൊടുത്തില്ല ഇവരെന്ത് ചെയ്യും? വസ്തുതയല്ലെന്ന് അതിൽ യാതൊരു വസ്തുതയില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ 4 കൊല്ലമല്ലോ, ഈ 4.5 കൊല്ലം കൊണ്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഒരു വികസനവും നടന്നിട്ടില്ല. ഇവിടെ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം പാഴായി കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒരു ചുക്കും നടന്നിട്ടില്ല. നടക്കുന്നില്ല. പിന്നെ ഇപ്പോ കണ്ണൂരിലെ നഗരത്തിലെ ഏറ്റവും വലിയ വികസനമായിരുന്നു താണ മുതൽ AKG ആശുപത്രി വരെയുള്ള ഓവർ ബ്രിഡ്ജ്. പക്ഷെ അതിനെതിരെ സമരം നയിച്ചത് മുൻ മേയറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോ സിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, പുതിയൊരു വികസനം, അവിടെ ഷോപ്പുകാരെ സമരത്തെ ഉദ്ഘാടനം ചെയ്താരാ? കണ്ണൂരുടെ മുൻ മേയറാണ്. വികസന വിരുദ്ധ പ്രവൃത്തി ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പിന്നെ ചേലോറെ സംബന്ധിച്ച് അതി പറയുന്ന പോലെ ഇപ്പോ ഒരു അഴിമതിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പണം തിരിച്ചു പിടിക്കാൻ തീരുമാനിക്കുന്നത്? അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണസമിതിയാണ് തിരിച്ചുപിടിക്കാൻ വേണ്ടി. അപ്പോ 1.77 കോടി റുപ്യ അവര് കണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ എൻബുക്കിലുണ്ട്, എൻബുക്കിൽ കളവായി രേഖപ്പെടുത്തിയാണ്. അത് ബോധ്യം വന്നപ്പോഴാണ് പിന്നെ പോയിട്ട് പരിശോധിച്ച് വീണ്ടും ഡ്രോൺ സർവേ നടത്തിയത്. ഡ്രോൺ സർവേ നടത്തിയപ്പോൾ ഞാൻ ചോദിക്കണം, അവിടെ നിന്ന് സാധനം വേസ്റ്റ് നീക്കം ചെയ്യാനല്ലേ കരാറ്? ഒരു ലോറി വേസ്റ്റ് അവിടെ നീക്കം ചെയ്തു എന്ന് പറയാൻ വേണ്ടി കഴിയും? പിന്നെ എന്തിനെ പറ്റിയാ പറയുന്നത്? പിന്നെ അമൃത പദ്ധതി, ഞാനത് പറഞ്ഞ ഭരണപാലം പോയി നോക്കണം. അമൃത പദ്ധതി എന്താണ്? ഈ നമ്മളെ ഈ ടോൾ പ്ലാസ അവിടെ നിൽക്കട്ടെ, ഈ ജവഹർ സ്റ്റേഡിയം പണ്ടേ ബജറ്റിൽ പൈസ മാറ്റി വെക്കും, അത് ഇനിയും റെഡിയാകാത്ത എന്തുകൊണ്ടായിരിക്കും? അതുപോലെ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അങ്ങനെ നിൽക്കുക, അത്രയും സ്ഥലമാണ്, വിലപ്പെട്ട ഭൂമിയാണത്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്താണ് അതിനകത്ത് LDF ഭരണത്തിൽ ആ പ്രൊജക്ട് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ളതാണ് ഈ 2 സ്ഥാപനവും, അല്ല ഗവൺമെന്റിന്റെ കയ്യിലല്ല. ഗവൺമെന്റ് ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഗവൺമെന്റ് അതിന്റെ റിപ്പയർ വർക്ക് ഏറ്റെടുക്കാം എന്നുള്ള പ്രോജക്റ്റ് ഇവിടെ കൊടുത്തതാണ്. കോർപ്പറേഷൻ ഇതുവരെ സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പോ അവിടെ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മെയിൻ്റനൻസിന് വേണ്ടി വരുന്ന സംഖ്യ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അത് ഏറ്റെടുക്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെയ്യുന്നതിന് ഗവൺമെന്റ് പ്രോജക്റ്റ് ഉണ്ടാക്കിയപ്പോ ഞാൻ അവിടുത്തെ പിന്നെ നേരത്തെയുള്ള കായിക മന്ത്രിയുടെ PS ആയിരുന്ന സമയത്ത് അന്ന് മുതലേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുക്കാം. പക്ഷേ അതിനുള്ള ഒരു അനുമതിയും താല്പര്യവും ഇതുവരെ കാണിക്കുന്നില്ല. എന്താണ് നിശ്ചലമായി പോകുന്നതിന് കാരണം എന്താണ്? സമയം തീരുകയാണ്. ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാം ഉപയോഗിക്കാനുള്ള കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇത് നേരെ മറിച്ചാണ്. കാരണം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ ഗവൺമെന്റിനെ പറയുന്നത്, ഗവൺമെന്റ് കോർപ്പറേഷനെ കുറ്റം പറയുന്ന അവസ്ഥയാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ജനങ്ങൾക്ക് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. എത്രയും ഇന്ന് നമുക്കറിയാം, ഓരോ മേഖലയിലും ഓരോ ഇപ്പോൾ കുടിവെള്ള കണക്ഷനായാലും ഓരോ വികസന ജനങ്ങളിന്ന് എതിര് നിൽക്കുന്നതിൻ്റെ ഒരു 100-ൽ 99% നമ്മുടെ ഈ ഓരോ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായി പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അവിടെയാണ് നമ്മുടെ ഈ ഇടപെടലിൻ്റെ പ്രശ്നം. ഒരു പേപ്പർ നമുക്കറിയാം, നമ്മുടെ ചെറിയൊരു കോർപ്പറേഷനിലെ ചെറിയൊരു റോഡ് വർക്കാണ് ശരി, ആ പേപ്പറുകൾ ഏടിയെല്ലാം എത്തിച്ചെല്ലണമെന്ന് ഓരോ കൗൺസിലർമാരും ഇന്ന് ഓടിപ്പാട് വെട്ടിട്ടാണ് ഈ ഇതിന്റെ പുറകെ പോകണം. പക്ഷെ ഇതിന്റെ പുറകെ പോകണം, ഇതിന്റെ പുറകെ പണി എടുക്കുന്നില്ല. അല്ല, ഇതിനകത്ത് മാഷ് പറഞ്ഞ റോഡുമായി ബന്ധപ്പെട്ട് ഫ്ലൈ ഓവർ പറഞ്ഞു. ഈ ഫ്ലൈ ഓവറിന്റെ സമരം ഉദ്ഘാടനം ചെയ്താണ് ഞാൻ എന്താ സമരത്തിൽ പറഞ്ഞത്, കണ്ണൂർ ടൗണിൽ ഒരു ഫ്ലൈ ഓവർ സ്ഥാപിക്കുമ്പോൾ അത് ചേംബർ ഹാള് മുതൽ ഇവിടെ മക്കാനി വരെയുള്ള ഒരു രൂപത്തിലേക്ക് വരുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, കണ്ണൂർ നഗരത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം താണെ കഴിഞ്ഞ് കല്യാൺ സിൽസ് വരെ അത് നീട്ടണം, സമരത്തിന്റെ ആവശ്യമാണ്. മറ്റൊന്ന്, കേരളത്തിലെ നെറ്റ്പാക്ക് നടത്തിയ ഒരു പഠനത്തിൽ ഏറ്റവും വെഹിക്കിൾ പോപ്പുലേഷൻ ഉള്ള പ്രധാനപ്പെട്ട 10 സ്ഥലങ്ങളിൽ ഒന്ന് AKG ആശുപത്രി ജംഗ്ഷനാണ്. ആ AKG ആശുപത്രി ജംഗ്ഷൻ കവർ ചെയ്യാണ്ട് കണ്ണൂർ ടൗണിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? തൊട്ടടുത്ത കൊയിലി ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ശ്രീപുരം സ്കൂളിന്റെ ജംഗ്ഷൻ, ഇവിടങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലൊന്നും അങ്ങോട്ട് പള്ളിക്കൊന്ന് പോയി സമാപിക്കണം. ആ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു ആവശ്യം എന്താ, ഇപ്പോഴുണ്ടാക്കുന്നത് അശാസ്ത്രീയമാണ്, ശാസ്ത്രീയമായി അത് ഇന്ന രൂപത്തിൽ പറഞ്ഞ സമരത്തിനകത്ത് പോയി പങ്കെടുക്കുന്ന ഒരു മേയർ അത് വികസനത്തിനെതിരാണ് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്?
അത് അങ്ങനെയാണോ? പുതിയവരിൽ നിന്ന് അവർ പറഞ്ഞ കാര്യം ഒരു വശത്ത് നിന്ന് മാത്രമാണ് എടുക്കുന്നത്, രണ്ടു വശത്തു നിന്നും ഒന്ന് സംസാരിക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്ത സമരത്തിനകത്ത് ആ സമരത്തിൽ പോയി അവരോടൊപ്പം നമ്മൾ ഈ ബസ് ഇത്തരം കാര്യങ്ങൾ ബസ് സ്റ്റാൻഡും ജവഹർ സ്റ്റേഡിയവും പാർക്കിംഗ് പ്ലാസ് താങ്കൾ പറഞ്ഞു, ഈ ബസ് സ്റ്റാൻഡും ജവഹർ സ്റ്റേഡിയവും യാഥാർത്ഥ്യമാകും. ബസ് സ്റ്റാൻഡും അതിനിപ്പം അതിന്റെ പഠനം നമ്മൾ അതിനകത്ത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര കാലം അല്ലല്ല, ഇപ്പോഴും എക്സ്പ്രഷൻ ഓഫ് അത് എം പി പറഞ്ഞെന്ന് പറഞ്ഞ വിഷയം എന്നാ? എം പി പറഞ്ഞത് ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ആര് ഭരണസമിതിയല്ല, സെക്രട്ടറി, അതായത് ഈ വിഷയം കൗൺസിലിലേക്ക് മേയർ ആണെന്നുള്ള അത് തെറ്റായ ഒരു പരാമർശം, നടത്തിയത് തെറ്റായ പരാമർശമാണ്. എം പി നടത്തിയതല്ല, എം പി നടത്തിയതിനെ നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ആ സാധനം ഇപ്പൊ പ്ലേ ചെയ്ത് കാണിക്കോ? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചുതരാം, എന്റെ മൊബൈലിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. അതായത് സെക്രട്ടറിമാരെ കുറിച്ച് തന്നെ, അതായത് ഉദ്യോഗസ്ഥന്മാരെ അട്ടിമറിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഞാൻ കൗൺസിലിനകത്തേക്ക് വെച്ചിട്ട് തന്നെ പലതവണ മാറ്റി വെച്ചിട്ട് കൗൺസിലേക്ക് വന്നതിന് ശേഷവും ആ ഇതിനകത്ത് കൃത്യമായ ഡീറ്റെയിൽസ് തയ്യാറാക്കാൻ വേണ്ടി മേയർ, സെക്രട്ടറി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 3 പേരെ ചുമതലപ്പെടുത്തി കൗൺസിൽ ഈ 17/6/2023 തീരുമാനമെടുത്തിട്ടുണ്ട്. ആ 17/6/2023 തീരുമാനമെടുത്തിട്ട് 6 മാസം ആ തീരുമാനവുമായി ബന്ധപ്പെട്ട യോഗത്തിന് വേണ്ടി സെക്രട്ടറി തയ്യാറായിരുന്നില്ല. പിന്നീട് സെക്രട്ടറി മാറിയതിനു ശേഷം ബന്ധപ്പെട്ട സംഘം തയ്യാറാക്കിയിട്ട് MBA പോലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ഭരണകൂടം നമ്മുടെ കോർപ്പറേഷൻ ഉണ്ടായത്. അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് അതോറിറ്റി മേയറാണ്. നിങ്ങൾ പറഞ്ഞ കേൾക്കാത്ത സെക്രട്ടറി ഒരു ഭരണാധികാരിയുടെ കഴിവുകളല്ലേ അറിയില്ല. അധികാരം ഇല്ലേ ഒരു മേയർക്ക് അതിനൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്ത് തദ്ദേശ സ്വയംഭരണ അധികാരങ്ങൾ പറഞ്ഞാലും ഈ തദ്ദേശ സ്വയംഭരണ അധികാരത്തിന് പുറത്ത് സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രിക്കും. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു, ഇന്നലെ എല്ലാ അധികാരവും കോർപ്പറേഷനിലെ മന്ത്രിയെ CPM ജില്ലാ സെക്രട്ടറി മന്ത്രിയെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് അന്വേഷണം നടത്തുക? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നടത്തുന്നു, ഇതിനകത്ത് നടക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു. ഓരോ സമയത്ത് ഇപ്പൊ നേരത്തെ പയ്യാമ്പലത്തെ വിഷയം പറഞ്ഞു, ഇപ്പോഴും ഭരണസമിതി ഈ പീരത മേയറായ സമയത്ത് വിറകില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ആ പ്രശ്നം പാടില്ല. പക്ഷെ അല്ല, ആ സമയത്ത് സമരം നടത്താൻ ഇവരില്ല. ഇനിയും പയ്യാമ്പലത്ത് മൃതദേഹവുമായി വരുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹമായി വരുന്ന മനുഷ്യർ സങ്കടപ്പെടുമോ എന്നാണ് എന്റെ ചോദ്യം. പാടില്ല. സംവിധാനം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പറയുന്നത് ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞു, ആ സംഭവം നടന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ BJP ജില്ലാ പ്രസിഡന്റും CPM ജില്ലാ സെക്രട്ടറിയും അവിടെ അങ്ങനെയല്ലല്ലോ. ആ ഇടപെട്ട ശൈലി പരിശോധിച്ചാൽ മനസ്സിലാവും ബോധപൂർവമായി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ ചെറിയ വിഷയമാണോ? അരമണിക്കൂർ കാലതാമസം ഉണ്ടാകുന്ന സമയത്തേക്ക് വന്ന് ഇടപെട്ട് പ്രശ്നമുണ്ടാക്കുന്നതിന്റെ പിറകിലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു. മനുഷ്യനെ ഏറ്റവും ആദരിക്കേണ്ടത് അത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിന് മുൻപുണ്ടായപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇപ്പോഴും ഈ അരമണിക്കൂറിന്റെ വിഷയം വരുമ്പോഴേ രാഷ്ട്രീയമായ മുതലെടുപ്പ് മാറ്റുന്നു. രാഷ്ട്രീയ മുതലെടുപ്പ് പാടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുക്കാൻ പാടുണ്ടോ? മൃതദേഹമല്ലേ ഇത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ന് അതിനെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പറയുന്ന രാഷ്ട്രീയം തിരിച്ചറിയാൻ ഭരണത്തിലെ മുമ്പിൽ ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ മേലിൽ
കുറ്റം ചുമത്തുന്നെങ്കിൽ കരാറുകാരന്റെ പേരിൽ നടപടിയെടുക്കണം. യെസ് സമയം തീരുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ മൃതദേഹ സംസ്കാരത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവർക്ക് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ഒന്നും വേറെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗകര്യങ്ങളോ നമ്മുടെ അധികാരമോ ഒന്നും ഈ മരിച്ച ഒരാൾക്ക് വേണ്ടി ഒരു കാര്യമില്ല. അവനെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. അവന് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് പോകും. അവനെ ഏറ്റവും റോയലായിട്ട് അവനെ സംസ്കരിക്കുക, അവനെ ആ മൃതദേഹത്തിന് നല്ല ഒരു ബഹുമാനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതെന്തായാലും കാലാകാലമായിട്ട് ഉണ്ടാകുന്നില്ല. പലപ്പോഴും പരാതികൾ ഉയരുന്നു. അതിന് പരിഹാരം അനിവാര്യമാണ്. പിന്നെ വികസന കാര്യങ്ങളിൽ ഈ 3 നേതാക്കളും പങ്കുവച്ച കാര്യങ്ങൾ മനുഷ്യരുടെ മനസ്സിലാകണം. എന്തുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പോകുന്നു? ഇതൊക്കെ കൃത്യമായി നടക്കേണ്ടതല്ലേ? നടപ്പിലായേ പറ്റൂ. കാരണം നമ്മുടെ നികുതിപ്പണം ചെലവാക്കാനാണ് ഈ സംവിധാനം എല്ലാം ഉള്ളത്. പക്ഷേ കൃത്യമായി നടക്കുന്നില്ല. പല കാര്യങ്ങളും പല വഴിക്കും നിൽക്കുന്നു. പക്ഷേ അതിനകത്ത് ഭരണപക്ഷം പറയുന്നുണ്ട് ഈ ഭരണത്തെ ഞെക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഉപദ്രവിക്കുന്നു. പല കടലാസുകളും സംസ്ഥാന സർക്കാരിന് അയച്ചാൽ അത് കൃത്യമായി വരുന്നില്ല. പക്ഷേ അതിനപ്പുറം ഈ അധികാര കേന്ദ്രങ്ങൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി പല കാര്യങ്ങളും കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് നേർരേഖ പറയാനുള്ള. ഈ നേർരേഖയുടെ ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കൂ എന്താണ് ഇവിടെ നടക്കുന്നത്. പങ്കെടുത്ത 3 നേതാക്കൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.